ഗതാഗതം തടസ്സപ്പെട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ചെമ്പന്തൊട്ടി കൊക്കായി പ്രദേശങ്ങൾ എം.എൽ.എ. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് സന്ദർശിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടികൾക്കായി നിർദ്ദേശം നൽകിയതായി എം.എൽ.എ. പറഞ്ഞു. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടി നടുവിൽ റോഡിൽ കൊക്കായി പള്ളം പ്രദേശങ്ങൾ ഇരിക്കൂർ എം.എൽ.എ. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് സന്ദർശനം നടത്തി. ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും വിളിച്ചുവരുത്തി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് 2 സ്ഥലങ്ങളിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കുവാൻ പറ്റുന്ന രീതിയിൽ പണി ഉടൻ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. പള്ളം കട്ടായി ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാൻ ഉടൻ പണി പൂർത്തിയാക്കി തുറന്നുകൊടുക്കണം എന്നും നിർദ്ദേശിച്ചു. കൊട്ടുറുവയലിലെ ഗതാഗതം സുഗമമാക്കുവാൻ വേണ്ട രീതിയിൽ ഉടൻ അവിടുത്തെ പണികളും പൂർത്തിയാക്കണമെന്ന് എം.എൽ.എ. നിർദ്ദേശം നൽകി. ടൗണിലെ ഡ്രൈനേജിലെ സ്ലാബുകൾ ഉടൻ ഇടാനും നിർദ്ദേശിച്ചു. ചെമ്പന്തൊട്ടി ഒറ്റപ്പെട്ട സാഹചര്യം മറികടക്കാൻ കൊക്കായിലെ അപ്രോച്ച് റോഡ് വഴി നാളെയോടുകൂടി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നും പള്ളംപാലം ജൂൺ 3 ചെറിയ വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുമെന്നും എം.എൽ.എ. പറഞ്ഞു. ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ.വി. ഫിലോമിന ടീച്ചർ, ഫാദർ ആന്റണി മഞ്ഞളാംകുഴിയിൽ മറ്റു ജനപ്രതിനിധികളും റോഡ് കമ്മിറ്റി അംഗങ്ങളും എം.എൽ.എക്കൊപ്പം സന്ദർശനം നടത്തി. ശ്രീകണ്ഠപുരം നടുവിൽ റോഡിന്റെ നിർമ്മാണം കിഫ്ബി ഏറ്റെടുത്ത നിർമ്മാണ പ്രവൃത്തിയുടെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാലവർഷ സാഹചര്യം വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി വന്ന സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനം നമ്മൾ നേരത്തെ തീരുമാനിച്ച ആ സമയപരിധിക്ക് നിൽക്കാതെ ചില പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്ക് അതുമൂലമുണ്ടായിട്ടുള്ള പ്രയാസം ഏറെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ ഈ 2 പാലങ്ങളുടെ കൊക്കായി പാലത്തിൻ്റെയും ഇവിടെ പള്ളം പാലത്തിൻ്റെയും അപ്രോച്ച് റോഡുകൾ ഇല്ലാതായ ഒഴുകിപ്പോയ ഒരു സാഹചര്യമാണ് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഇതിലെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ചെമ്പന്തൊട്ടി ഒറ്റപ്പെട്ടു. അപ്പോൾ അതുമൂലം ജനങ്ങൾ ഏറെ ദുരിതത്തിലാണ്. അപ്പോൾ ഇതിനെ മറികടക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയോടെ കാലാവസ്ഥ അനുകൂലമെങ്കിൽ പൂർണ്ണമായും കൊക്കായി പാലത്തെ അവിടെ വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കും. ഈ പള്ളത്ത് അതുപോലെ തന്നെ ഇവിടെ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. പക്ഷേ നമ്മുടെ ഇതിലേക്കുള്ള അപ്രോച്ച് റോഡ് താൽക്കാലികമായി ഉണ്ടാക്കിയ അപ്രോച്ച് റോഡ് ഒലിച്ചുപോയി. അത് ഒരു പ്രയാസം ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതും അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പള്ളം പാലം വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ക്യൂറിംഗ് പീരീഡ് ജൂൺ 3 ചെറിയ വാഹനങ്ങളും ജൂൺ 14 കൂടി വലിയ വാഹനങ്ങളും കടത്തിവിടാൻ സാധിക്കും. ആ നിലയിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതിനാവശ്യമായിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവിടെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉണ്ടായിട്ടുള്ള പ്രയാസം, ജനങ്ങളുടെ പ്രയാസം കണക്കിലെടുത്തുകൊണ്ടാണ് ജനപ്രതിനിധികളൊക്കെ തന്നെയും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയും ചെയർമാനും അതുപോലെ തന്നെ ചെയർപേഴ്സണും പ്രിയപ്പെട്ട അച്ഛനും നമ്മുടെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമൊക്കെ വളരെ സജീവമായി ഇടപെടുകയും ഡിപ്പാർട്ട്മെൻറ്റ് കിഫ്ബിയുടെ എക്സി ഉൾപ്പെടെയുള്ളവർ വളരെ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. കോൺട്രാക്ടർ ഇനി വളരെ വേഗത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നും നാളെയുമായി ഈ ദിവസങ്ങളിൽ ഈ നിർമ്മാണം പൂർത്തിയാക്കി ഈ പ്രദേശം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി സമയബന്ധിതമായി റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി ഉള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അക്കാര്യങ്ങളിൽ എല്ലാവരുമായി ഇരുന്ന് ധാരണയായിട്ടുണ്ട്.